Welcome, Father, and all the dignitaries. Please go on to the stage and occupy the seats. Hearty welcome to one and all. Thank you, dear students. I request all of them to please be seated and be comfortable. All the students and the dignitaries, please take your seats. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയമുറ്റത്തേക്ക് ഓണം കടന്നു വരികയാണ്. ജാതി മതഭേദങ്ങൾക്കപ്പുറം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തെ ആർപ്പോ 2K26 എന്ന പേരിൽ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ഈ മനോഹരമായ ആഘോഷവേദിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ സുദിനത്തിൽ നമ്മുടെ ചടങ്ങിന് നേതൃത്വം നൽകുകയും എന്നും നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കും മികവിനും വഴികാട്ടിയാവുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അച്ഛന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകുന്നു. ഇന്നത്തെ ചടങ്ങിലെ മുഖ്യ അതിഥി തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥനും റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറുമായ ബഹുമാനപ്പെട്ട ശ്രീ സുമൃത കുമാർ സാർ. അദ്ദേഹത്തിന് വേദിയിലേക്ക് ഞാൻ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. സമൂഹത്തിലെ യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നൽകിയ വിലമതിക്കാനാവാത്ത സേവനങ്ങൾക്ക് ആദരവോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ ആത്മീയവും ഭരണപരവുമായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്ന അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബിനോയ് തെറ്റയിൽ അച്ഛന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ഫാദർ. വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന മാർഗനിർദ്ദേശവും വഴികാട്ടിയുമായ സെക്രട്ടറി ശ്രീ വർഗീസ് ചുള്ളിപ്പറമ്പിലിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ അക്കാദമികവും സഹപാഠ്യവുമായ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജീസൺ സണ്ണി സാറിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം സർ. വിദ്യാലയത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ട്രഷറർ ശ്രീ ജോസ്യു ആന്റണി സാറിനും അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ജോൺസൺ സാറിനും സ്നേഹപൂർവ്വം സ്വാഗതം നൽകുന്നു. വെൽക്കം സർ. നമ്മുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മയായ PTWAക്ക് നേതൃത്വം നൽകുന്ന PTWA പ്രസിഡന്റ് ശ്രീ നവീൻ പി വർഗീസ് സാറിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെന്റ് ജോൺസ് ഫൊറൈൻ ചർച്ച് ട്രസ്റ്റി ശ്രീ ജോയ് കാഞ്ഞിരപ്പള്ളൻ സാറിനും ഈ ആഘോഷവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും സജീവമായി സഹകരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. PTWAയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അറിവിന്റെ വെളിച്ചം പകരുന്നതിനൊപ്പം കുട്ടികളുടെ കഴിവുകളെയും സർഗാത്മകതയെയും പരിപോഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ആഘോഷത്തിന്റെ യഥാർത്ഥ നിറവും ചൈതന്യവുമായ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു വലിയ സ്നേഹസ്വാഗതം. കുട്ടികളുടെ ഓരോ നേട്ടത്തിനു പിന്നിലും നിശബ്ദമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനധ്യാപക ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ
സ്വാഗതം. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമയുടെ മഹത്വമാണ്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും അതിരുകൾക്കപ്പുറം നാം ഒരുമിച്ച് എന്ന മനോഹരമായ സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണം നമ്മുടെ വിദ്യാലയ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഐക്യവും നിറയ്ക്കട്ടെ. ആർപ്പോ 2K26 എന്ന ഈ ആഘോഷം നമ്മുടെ ഓർമ്മയിൽ എന്നും മായാത്ത ഒരു മനോഹരമായ അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mama, for such a warm welcome. Kumari Aneha Baiju of grade 8 will now speak about the Onam Aithiham. The legendary story of Onam will be delivered by Kumari Aneha Baiju of grade 8. നമസ്കാരം. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, അധ്യാപകർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. മലയാളിയുടെ മനസ്സിൽ നന്മയുടെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ഉത്സവമാണ് ഓണം. ഈ സുദിനത്തിൽ ഓണത്തിന്റെ ഐതിഹ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മഹാബലി എന്ന അസുര ചക്രവർത്തിയുടെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിന്റെ പ്രധാന ഐതിഹ്യം. മഹാബലിയുടെ ഭരണത്തിന് കീഴിൽ പ്രജകളെല്ലാവരും ഒരുപോലെ സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്നു. കള്ളവും ചതിയുമില്ലാത്ത സമത്വസുന്ദരമായ കാലമായിരുന്നു. മഹാബലിയുടെ ജനപ്രീതിയിലും വളർച്ചയിലും ഭയന്നുപോയ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് വിഷ്ണു ഭഗവാൻ വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അവതരിച്ച് മഹാബലിയുടെ അടുത്തെത്തി. യാഗശാലയിൽ വെച്ച് വാമനൻ മാവേലിയോട് 3 അടി മണ്ണ് ഭിക്ഷയായി ചോദിച്ചു. സത്യസന്ധനായ മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. പെട്ടെന്ന് ആകാശത്തോളം വളർന്ന വാമനൻ തന്റെ ആദ്യത്തെ അടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നു തീർത്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ വാഗ്ദാനം പാലിക്കാനായി മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ അദ്ദേഹത്തിന്റെ തലയിൽ കാൽ വെച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്തായി. എന്നാൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ പിരിഞ്ഞു പോകാൻ വിഷമിച്ച മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ അവരെ വന്ന് കാണാനുള്ള അവസരം വിഷ്ണു ഭഗവാൻ നൽകി. അങ്ങനെ തന്റെ പ്രജകളെ കാണാൻ മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ് തിരുവോണം. തന്റെ രാജാവിനെ സ്വീകരിക്കാൻ മക്കൾ വീടുകളിൽ പൂക്കളമിട്ടും കോടിവസ്ത്രങ്ങൾ ധരിച്ചും ഓണസദ്യ ഒരുക്കിയും കാത്തിരിക്കുന്നു. മാവേലി നാടിന്റെ ആ സമത്വവും സ്നേഹവും നമ്മുടെ മനസ്സുകളിൽ എന്നും നിലനിൽക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Aneha. മറ്റു പ്രജകളെ സന്ദർശിച്ചതിനു ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യക്ക് ശേഷം ഇതാ വരുന്നു നമ്മുടെ മാവേലി. വീണ്ടും സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാന് ഒന്നാട്ട് നിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ജനമേല കൊട്ടി കളിയാന് മുല്ലപ്പൂവും ചൂടി വരവാന് സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാന് ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ. Grade 7 and 8 students are ready here before you with the honor patta.
താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലു ഞാനാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയോരും മാറിക്കാറും പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലു ഞാനാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയോ മാറിക്കാറും പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനിൽ തിരുവോണമേ ഒരുകില്ലേ നീ തിരുവോണ സദ്യകൾക്കാൻ മാതേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ തിരുവോണത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലടി തേച്ചിരിയാലേ മൂശരിയൂനി ഓണപ്പാട്ടിൻ താളം കൊള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലു ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയോരും മാറിക്കാറും ഓണപ്പാട്ടിൻ താളം കൊള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലു ഞാലാടും മണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയോരും മാറിക്കാറും. Thank you, children. അടുത്തതായി നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബിനോയ് തെറ്റേലിനെ സന്ദേശം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ദിവസത്തിൻ്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഒപ്പമായിരിക്കുന്ന വിശിഷ്ട അതിഥി സുഹൃത്ത് സാർ, പ്രിൻസിപ്പൽ ജീസൻ സാർ, സ്കൂൾ ട്രഷറർ ജോസേട്ടൻ, പർപ്പുകരുടെ ട്രസ്റ്റി ജോയിച്ചേട്ട, അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണത്തിൻ്റെ തിരുവോണ ആഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടി ആദ്യമേ നേരുകയാണ്. നമുക്കറിയാം, ഓണത്തിൻ്റെ ഒരു ഭംഗിയിലേക്ക് നമ്മൾ എത്തി നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് നിറങ്ങളാണ്. പൂക്കളത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിറങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ ആയിക്കോട്ടെ, ടീച്ചർമാരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, വസ്ത്രങ്ങളെല്ലാം വിവിധ മനോഹരമായ നിറങ്ങളാൽ സമ്പന്നമാണ് ഈ ഒരു ഹാള് മുഴുവൻ. എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് ഓണം കാണാൻ സാധിക്കുന്നത് ഒരു നിറങ്ങളുടെ ആഘോഷമായിട്ട് വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ ഓണത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരോ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങൾ തീർച്ചയായും നിറങ്ങളാൽ സമ്പന്നമാകും. അതായത് ആഘോഷങ്ങളാൽ സമ്പന്നമാകണം. ആരും സങ്കടപ്പെട്ടിരിക്കുകയും അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുകയും. ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഡിപ്രഷനിലേക്ക് പോകാണ്, ഞാൻ ഇൻട്രോവേർട്ടാണ്, അങ്ങനെ പല സംസാരങ്ങൾ ട്രെൻഡായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഓണം ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ടിടേണ്ട ഏറ്റവും വലിയ ബോധ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതവും ഇതുപോലെ നിറങ്ങളാൽ സമ്പന്നമാണ്. നിറങ്ങളാൽ സമ്പന്നമാകുന്നതിന്റെ അർത്ഥം എന്താണ്? നിറങ്ങളെന്ന് ഒരു പരിധി വരെ ആഘോഷത്തിന്റെ പ്രതീതിയാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒരു സന്തോഷത്തിന്റെ പ്രതീതിയാണ്, സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. ഇത് തന്നെയാണ് ഓണത്തിന്റെ വലിയ സന്ദേശം എന്ന് പറയുന്നത്, അല്ലെ? മഹാബലിയായ മാവേലി തീർച്ചയായും ഒരു സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാന രാജ്യം സ്ഥാപിക്കാനായിട്ട് വരുന്ന വ്യക്തി. ഇതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഓണവധിക്ക് വേണ്ടിയിട്ട് വീടുകളിലേക്ക് പോവാണ്, അല്ലെ? ഒരു നീണ്ട 10 ദിവസം ഇനി ഓണവധിയാണ്. നിങ്ങൾ ബന്ധുക്കളുടെ വീടുകളിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഓണം ആഘോഷിക്കും, പരിസരങ്ങളിൽ ഓണം ആഘോഷിക്കും, വീട്ടിൽ പൂക്കളം ഇടും, വിരുന്നുകാർ വരും. അപ്പോൾ തീർച്ചയായും ഈ ഓണവധിയും ഒരു സമ്പന്നമായ, നിറങ്ങളാൽ സമ്പന്നമായ, ആഘോഷങ്ങളാൽ സമ്പന്നമായ, സ്നേഹത്താൽ സമ്പന്നമായ, സന്തോഷത്താൽ സമ്പന്നമായ ഒരു ദിവസങ്ങളായി മാറട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഈ ദിവസം എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. Thank you, Father. Next, may I call upon our dear principal, Mr. Jason Sunny, to speak a few words.
ഹാപ്പി ഓണം. ആർപ്പോ ശബ്ദം പോരാ. ആർപ്പോ സ്നേഹബഹുമാനപ്പെട്ട ബിനോയ് അച്ഛ, ഇന്നത്തെ വിശിഷ്ട അതിഥിയായി നമുക്ക് എത്തിയിരിക്കുന്ന സുഹൃത്ത് കുമാർ സർ, ജോസേട്ടൻ, ജോയ് ചേട്ടൻ, ബാക്കി PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പാരൻസ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഈ പരിപാടി തുടങ്ങിയത് ഓണത്തിൻ്റെ ഐതിഹ്യം തുടങ്ങിയിട്ടാണ്. ഐതിഹ്യം പറഞ്ഞു തന്നു നമ്മുടെ അനേഹ ബൈജു, നമുക്ക് ഓണത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞു തന്നു. അതിൽ നിന്ന് 3 ആശയങ്ങൾ ഞാൻ കടമെടുക്കുകയാണ്. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് മഹാബലി. ആദ്യത്തെ അടി ഭൂമി, രണ്ടാമത്തെ അടി പാതാളം അല്ലെങ്കിൽ സ്വർഗം, പിന്നെ മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ല, അതുകൊണ്ട് സ്വന്തം തല കുനിച്ചു കൊടുക്കേണ്ടി വന്നു. ഓരോ പരാജയത്തിലും ഒരു വിജയത്തിൻ്റെ കഥ കൂടിയുണ്ട്. ചില തോറ്റുകൊടുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ സമയങ്ങളിൽ, ചില തോറ്റുകൊടുക്കലുകൾക്ക് വിജയത്തിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എല്ലാ വിജയങ്ങളും ഒരുപക്ഷെ സന്തോഷം തരണമെന്നില്ല. ചില വിജയങ്ങൾ നമുക്ക് വേദനിക്കുമ്പോൾ, ചില പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തോറ്റുകൊടുക്കുമ്പോൾ നമുക്കതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതാണ് മഹാബലി ചെയ്ത ആദ്യത്തെ കാര്യം ഐതിഹ്യം അനുസരിച്ച്. രണ്ടാമത്തേത് ഓണം ഒരുമയുടെ ആഘോഷമാണ്. നമുക്കറിയാം, ഇന്ന് കാലത്ത് നമ്മളെല്ലാവരും പൂക്കളമിട്ടു. പൂക്കളത്തിൽ പല പൂക്കൾ വരുമ്പോഴാണ് അതിനെ പൂക്കളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പൂക്കളത്തിൻ്റെ ആ വൈവിധ്യം, അതിൽ തന്നെ ഒരു ഭംഗിയുണ്ട്. രണ്ടാമത്തേത് നമ്മൾ കഴിച്ച ഓണസദ്യ. നമുക്ക് ഇത്രയധികം വിഭവങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ യഥാർത്ഥ ഓണസദ്യയിൽ ഇതിനേക്കാളും കൂടുതൽ വിഭവങ്ങളുണ്ട്. അതെല്ലതും കൂടി വരുമ്പോഴാണ് അതിന് ഓണസദ്യയുടേതായിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ ഭംഗിയും വരുന്നത്. അതും ഓണത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഓണക്കളികൾക്കായിട്ട് പോകുമ്പോൾ പലപ്പോഴും അതും ഒരുമയുടെ ഒരു സന്ദേശം കൂടിയാണ്. കാരണം ഒരുമയുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. അപ്പോൾ ഈ സന്തോഷം സമാധാനം ഉള്ളിടത്താണ് സ്നേഹമുള്ളത്. അപ്പം അതുകൊണ്ട് സ്നേഹമുണ്ടാവണം. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂടിയാണ്. മൂന്നാമത്, ഐതിഹ്യം അനുസരിച്ച് ഓരോ വർഷവും അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാവേലി തൻ്റെ പ്രജകളെ കാണാനായിട്ട് വരുന്നുണ്ട്. അതും നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള ഒരു തിരിച്ചുവരവും കൂടിയാണ്. ഓരോ ഓണത്തിനും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ അവധി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള ഒരു അവസരമായി കൂടി ഓണം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആവാം, പാരൻസ് ആവാം, നമ്മുടെ ബന്ധുമിത്രാദികളാവാം, നമ്മുടെ സ്നേഹിതരാവാം, നമ്മുടെ കൂട്ടുകാരാവാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ് ഓണം. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഓണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, എല്ലാ പരാജയങ്ങളും വേദന നൽകുന്നില്ല, മറിച്ച് പലതും നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. രണ്ടാമത്തേത്, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുമയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. 3, ഓണം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹാപ്പി ഓണം. Thank you, sir. Next, let me call upon Mr. Joy Kanirapallan, the trustee of St. John's Foreign Church, Parpukra, to speak a few words. ഹാപ്പി ഓണം. സ്നേഹബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ബിനോയ് തട്ടിയിലച്ച, നമ്മുടെ ചീഫ് ഗസ്റ്റ് സുബ്രത കുമാർ സാർ, പ്രിൻസിപ്പൽ ജീസൺ സാർ, ട്രഷറർ ജോസ് ആനന്ദ് സാർ, ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചേഴ്സ്, സ്റ്റാഫ്, പ്രിയപ്പെട്ട PTA അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഓണത്തിൻ്റെ ആഘോഷത്തിലല്ലേ, വളരെ സന്തോഷത്തിലല്ലേ. നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തിൻ്റെ ആഘോഷമല്ല, അത് പരാജയപ്പെട്ടവൻ്റെ, ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ്റെ, നമ്മൾ ആദ്യമായിട്ടാണ് ചവിട്ടി താഴ്ത്തപ്പെട്ടവനെ, എല്ലാവരും വിജയിച്ചവരെയല്ലേ നമ്മൾ ശരിക്കും ആഘോഷം നമ്മൾ ആഘോഷിക്കുക, വിജയിച്ചവരുടെ ആഘോഷം. ഇത് പരാജയപ്പെട്ടവൻ്റെ ആഘോഷമാണ്. പ്രധാനമായിട്ടും മഹാബലി തമ്പുരാൻ ശിരസ് കുനിച്ചു കൊടുത്ത് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ വർഷം തോറും നമ്മൾ
ഒരു പ്രാവശ്യം ഓർക്കുന്നതിന് വേണ്ടി നമ്മൾ ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ നമ്മൾ മലയാളികൾ പൊളിയാണെന്നാണ് എല്ലാവരും പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയിച്ചവരെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റും. പക്ഷെ പരാജയപ്പെട്ടവരുടെ ആഘോഷം അതാണ് ഓണം. എല്ലാവർക്കും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐക്യത്തിൻ്റെയും ഓണം നേർന്നു ആശംസിക്കുന്നു. താങ്ക് യു. Thank you, sir. Our PTWA President, Mr. Naveen P. Varghese, will speak up. As he is not there, we are extremely privileged and honored with the presence of our chief guest, Mr. Subhadra Kumar. He is a retired SI and is a part of anti-drug squad team in Thrissur. സർ വിരമിക്കുന്നതിന് പശ്ചാത്തലത്തിൽ മനോരമ ദിനപത്രത്തിൽ വന്ന ലേഖനത്തിലെ ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നു. The headline was this: കുറ്റാന്വേഷണം പോവാൻ നിൽക്കുന്ന സമയത്താണ് കുറച്ച് അസ്വസ്ഥത ഉളവാക്കുന്ന കുറച്ച് വാക്കുകളാണ് എൻ്റെ വരുന്നത്. അതായത് ലഹരിക്കെതിരെ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കുട്ടികൾ മനസ്സിലാവില്ല. ബാക്കിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, ടീച്ചർമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു ഏതാനും വാക്കുകൾ മാത്രമായിട്ട് ഞാൻ ചുരുക്കാം. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞു, ഞാൻ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. എന്നോട് വിളിക്കാനുള്ള പ്രധാന കാരണം എന്താണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 12,000 വിദ്യാർത്ഥികളെ മയക്കുമരുന്നായിട്ട് പിടികൂടാനും അതിനോടൊപ്പം തന്നെ 100-700 കിലോ കഞ്ചാവ്, 10 കിലോ ഹാഷിഷ് ഓയിൽ, 1 കിലോ MDMA, LSD, അതിനെ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള നിരവധി സബ്സ്റ്റൻസുകൾ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കുറച്ചൊരു എക്സ്പീരിയൻസ്, ഞാൻ കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ കുറെ കഥകൾ പറയായിരുന്നു. അപ്പൊ ഞാനത് ഏതാനും നിമിഷത്തേക്ക് വേണ്ടി ഞാൻ മാത്രം ഞാൻ കുറച്ച് അനുഭവങ്ങളായിട്ട് ഞാൻ പറയാം. മക്കളെ, നിങ്ങളൊക്കെ അച്ഛനമ്മമാര് കെട്ടിപ്പിടിച്ചല്ലേ കിടന്നുറങ്ങാറ്? അല്ലേ? എല്ലാവരും അച്ഛനമ്മമാര് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് കൈകൊണ്ടിച്ചേ. കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാത്തവരെയും ചോദിച്ചത്, ഉറങ്ങുന്നവരല്ല. കേട്ട തെറ്റിന്റെ ഓക്കെ ഓക്കെ കുഴപ്പമില്ലല്ലോ. എന്നാ ഞാൻ പറയാം. ഞാന് എൻ്റെ മകനെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാറ്. എനിക്കിപ്പോ എത്ര വയസ്സായി? 58 വയസ്സായി. എൻ്റെ മകന് 17 വയസ്സായി. അവൻ +1 വിദ്യാർത്ഥിയാണ്. ഏകദേശം എൻ്റെ ഇത്ര ഹൈറ്റ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എല്ലാ ദിവസവും. ഇന്നലെ വരെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്. ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് ഒരു ഭയത്തോടു കൂടിയാട്ടാ. ഒരു ഭയത്തോടു കൂടിയാണ് ഞാൻ കെട്ടിപ്പിടിക്കുന്നത്. കാരണം എന്താണെങ്കിൽ എനിക്ക് എൻ്റെ മകനെ ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയാണ്. പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കാം. കേട്ടണ്ട? ചെറിയ കുട്ടികൾക്ക് അറിയില്ല. ഏത് നിമിഷം വേണമെങ്കിലും കഞ്ചാവ് അല്ലെങ്കിൽ പല മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ എൻ്റെ മകൻ. ആ ഒരു പേടി ഉള്ളത് കാരണമാണ് ഞാൻ എൻ്റെ മകനെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്. ഞാൻ വെറുതെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങില്ല. ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു കടക്കേറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ചേർത്ത് നിർത്തിയിട്ട് എല്ലാ ദിവസവും ഓരോ കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ മകന്. എല്ലാ ദിവസവും കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സിനിമാ കഥകളോ അല്ലെങ്കിൽ വേറെ എന്താ ഈ സിനിമയിലെ ബാലൻ അല്ലെങ്കിൽ എമ്പുരാൻ അങ്ങനത്തെ സിനിമ കഥകളൊന്നും അല്ല. എൻ്റെ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിടികൂടിയിട്ടുള്ള ലഹരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിടികൂടിയിട്ടുള്ള അത് ഉപയോഗിച്ചിട്ട് വീട്ടിൽ അച്ഛനടിക്കുക, അമ്മേനടിക്കുക, പെങ്ങളത് പല രീതിയിൽ കാണുന്ന, വീട് കത്തിക്കുക, നമ്മൾ സിനിമ ആക്കിയാൽ പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ. 12,000 വിദ്യാർത്ഥികളെ ഞാൻ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും പേരെ ഞാൻ വീട്ടിൽ പോകും. അവർ ആർക്കൊക്കെ കഞ്ചാവ് കൊടുക്കുന്നു, ആർക്ക് ഉപയോഗിക്കുന്നു, വീട്ടിലൊക്കെ എന്തൊക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ അതിനെ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ മകന് ഓരോ ദിവസവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക, ടീച്ചർമാരും കൂടുതൽ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കഥ കൊടുക്കുന്ന കഥകളുടെ ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കഥകൾ എങ്ങനത്തെ കഥകളാണെന്നുള്ളത്. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. സാർ, അത്യാവശ്യമായിട്ട് എൻ്റെ വീട് വരെ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു പോലീസല്ല. ഞാൻ പറഞ്ഞു വരാലോ, ഇന്ന് തന്നെ വരണം. ഞാൻ വരാലോ. നോക്കിയപ്പോ
എവിടെ ചോദിച്ചപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഒരു വീട്. അപ്പൊ ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് മതിയില്ലേ, ഇത്ര ദൂരം ഞാൻ വരണോ ചോദിച്ചപ്പോൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മകനെ കുറിച്ചിട്ടാണല്ലേ, കാരണം എനിക്കറിയാം അമ്മേനെ കരച്ചിൽ കേൾക്കുമ്പോൾ മകൻ ലഹരി ഉപയോഗിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ മകന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർക്ക് ഒന്ന് വിളിക്കായിരുന്നില്ലേ, ഒന്ന് ഒത്തുകൂടായിരുന്നില്ലേ? വിളിച്ചു സാറേ, എന്റെ ബന്ധുക്കാരെ മുഴുവൻ വിളിച്ചു, പക്ഷെ ഇപ്പൊ ഒരു ബന്ധു പോലും വീട്ടിൽ വരാത്ത അവസ്ഥയായി. കാരണം എന്റെ ബന്ധുക്കളെ തല്ലാൻ നോക്കണു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ നാട്ടുകാരൊന്നും ഇറങ്ങോട്ടിക്കൂടെ, ഇത്രയ്ക്ക് കഞ്ചാവിന്റെ അവസ്ഥയാണ് ഞാൻ വീട്ടില്. അപ്പൊ നാട്ടുകാർ പലരും വന്നിരുന്നു. ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ ഇവൻ അവരെ ചീത്ത പറഞ്ഞു ഓടിപ്പിച്ചു. പിന്നെ ഞാൻ വേറൊരു വാക്കുകൂടി പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോയിട്ട് പറയായിരുന്നില്ല ചോദിച്ചു. കാരണം ഈ കുട്ടി ആൾട്ടർ ബോയ്സ് അല്ലെ അൾത്താരയിൽ നിന്നിരുന്ന എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, ആ ഒരു പയ്യനായിരുന്നു. അതായത് വളരെ നല്ല കുട്ടികളെയാണ് ഈ ആൾട്ടർ ബോയ്സ് ആയിട്ട് നിർത്താൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതില് നിർത്തിയിരുന്ന കുട്ടിയും എൻ്റെ വൈഫ് +2 പഠിപ്പിച്ച ഒരു പയ്യനും കൂടിയായിരുന്നു. മനസ്സിലായി? അപ്പൊ പള്ളിയിൽ പോയിക്കൂടെ ചോദിച്ചപ്പോ അന്നത്തെ അച്ഛനെ പറഞ്ഞിട്ട് അവൻ തളരട്ടെ എന്ന് പറഞ്ഞപ്പോ അതെന്തോ അവര് അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ അമ്മ അത് പോവാണ്ടേ. ആ സമയത്തൊക്കെ കേട്ടപ്പോ ഞാൻ എന്താ ശരി, ഞാൻ എന്തായാലും വരുന്നു, ഇത് ഞാൻ അവിടെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ നേരെ വീട്ടിലെത്തി. വീട് എന്ന് വെച്ചാൽ ചെറിയൊരു വീടാണ്. വരാന്തയിൽ വരിക്കുന്നുണ്ട്, കാലും കയറ്റി ചിരിക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടാ നീ അധികം വാടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് ഞാൻ എന്തിനു വരണം, ഞാൻ ചോദിച്ച അതേ ഗൗരവത്തിൽ തിരിച്ച് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടാ എന്റെ പേര് സുവർദ്ധകുമാർ, ഞാൻ ഷാഡോ പോലീസിൽ ചെയ്യുന്നത് പാടാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് വന്നു. കാരണം ഞാൻ അവന് കഞ്ചാവ് കൊടുക്കണവനെ ഞാൻ പിടിച്ച് ഒന്ന് കൈകാര്യം ചെയ്തിട്ടത് അവനറിയാം. അവൻ അനുസരണയോടുകൂടി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് ഇവന് വിളിക്കുമ്പോ അനുസരണയോടുകൂടി വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് കേട്ടിട്ട് അമ്മ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. അമ്മ സംസാരിക്കുന്നതിനെക്കാട്ടി മുമ്പ് അമ്മ എന്നെ കാണാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ ഇങ്ങനെ തടവി കൊണ്ടിരിക്കണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേ ഒരു ചെറുനാരങ്ങ പകുതി മുറിച്ച് നമ്മുടെ നെറ്റിമ വെച്ചാൽ എത്രമാത്രം മുഴ ഉണ്ടായിരിക്കും, ആ വലുപ്പത്തിലുള്ള ഒരു മുഴ അമ്മേനെ ഈ നെറ്റിമ ഇരിക്കുന്നുണ്ട്. ഞാൻ മോള് ചോദിച്ചു അമ്മ ഇതെന്ത് പറ്റി, കാരണം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ തടവുണ്ടിട്ടാ. അപ്പൊ അമ്മ പറഞ്ഞു സാറേ ഇവനോട് ചോദിക്കട്ടാന്ന് പറഞ്ഞു, അതായത് മകനോട് ചോദിക്കട്ടാന്ന് പറഞ്ഞു. ഞാൻ മകനോട് ചോദിച്ചുടാ എന്താ അമ്മേരെ നെറ്റിമ ഒരു മുഴ ഉണ്ടല്ലോ, ഒരു പോലീസ് രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു സാറേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 500 രൂപ ഞാൻ അമ്മോട് ചോദിച്ചു. അപ്പൊ എന്തിനാണ് ചോദിച്ചത്? അപ്പൊ അവൻ ചിരിച്ചു, കാരണം കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ എനിക്ക് തന്നില്ല, അതായത് കഞ്ചാവ് വാങ്ങിക്കാൻ അമ്മ എനിക്ക് 500 രൂപ തന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? സാറേ എന്റെ കൺട്രോള് പോയി സാറേ എന്ന് പറഞ്ഞു. കൺട്രോള് പോയത് എങ്ങനെയാ സാറേ? ഞാൻ അമ്മേരെ മുഖത്ത് നോക്കിയിട്ട് ഒരൊറ്റ ഇടി ഇടിച്ചു. ആ ഇടിച്ചതാണ് പെട്ടെന്ന് ഇത്രമാത്രം മുഴ വരുന്ന അവൻ പ്രതീക്ഷിച്ചില്ലാന്ന്. കാരണം ശക്തമായിട്ടുള്ള ഒരു പഞ്ച് കിട്ടിയപ്പോ പ്രതീക്ഷിക്കാത്തല്ലേ അമ്മ മകൻ ഒരിക്കലും ഇടിക്കുന്നത് പ്രതീക്ഷിക്കില്ലല്ലോ. ആ മുഴ ശരിക്കും വന്നു. അപ്പൊ ഞാൻ അവന് കുറച്ച് ചൂടായി ചീത്തയൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. അമ്മ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ചുമരുമ്പോ ഇങ്ങനെ നോക്കും, എന്നെ നോക്കും, ചുമരുമ്പോ നോക്കും, എന്നെ നോക്കും, ചുമരുമ്പോ നോക്കും. അപ്പൊ ഞാൻ ചുമരുമ്പോ നോക്കി അവിടെ എന്തായാലും ഉണ്ടോ നോക്കിയപ്പോ ഇത് ഇത്ര പോകുന്നൊരു ഉറാ പോലെ ഒരു ചുവന്ന പാട് ചുമരുമ, വെള്ള ചുമരാണ്, ഒരു മുഷിഞ്ഞ ചുമരാണ്, പഴയ വീടാണ്, ഒരു ഉറാ പോലെ ഇങ്ങനെ ചുവന്ന പാട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു ക്യൂടെക്സ് കൊണ്ട് എങ്ങനെ അമ്മേനെ എറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവനോട് ചോദിച്ചു ഇതെന്താ അല്ല ഞാൻ അമ്മോട് ചോദിച്ചു അമ്മ ഇതെന്റെ ചുമരുമ ഒരു പാടുണ്ടല്ലോ, ചുവന്ന കളറിലെ പാടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു സാറേ അവനോട് ചോദിക്കട്ടാന്ന് പറഞ്ഞു. ഞാൻ അവനോട് എന്താ നീ അമ്മേനെ ക്യൂടെക്സ് കൊണ്ട് എറിഞ്ഞാ എന്താ ചുമരുമ പാട് ചോദിച്ചപ്പോ സാർ അത് ക്യൂടെക്സ് കൊണ്ട് എറിഞ്ഞതല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1000 രൂപ ചോദിച്ചു. അപ്പൊ എന്തിനാണ് ചോദിച്ചത്? സാറേ ഞാൻ ബൊസം അടി, തൃശ്ശൂർ ഭാഷയിൽ ബൊസം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് നടത്തും, ബൊസ് അടിക്കുന്ന ആണ്. അപ്പോ ഒരു അബദ്ധത്തിൽ ഞാൻ പെട്ടാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോ 1000 രൂപ ചോദിച്ചപ്പോ എനിക്ക് അമ്മ തന്നില്ല. അപ്പൊ ഞാൻ അമ്മേനെ ചുമരുമ്പോ ചേർത്ത് നിർത്തിയിട്ട് മുഖത്തൊരൊറ്റ ഇടിച്ചിട്ട് പല്ലും ചുണ്ടും കൂട്ടിമുട്ടിയിട്ട് എന്ന് പറഞ്ഞ ചോര ആ ചുമരുമ്പിലേക്ക് ഇങ്ങനെ ആയതാണ് ചേർത്ത് പിടിച്ചിടിച്ചതാ. അപ്പൊ അമ്മ എന്താണെങ്കില് ആ ചോര, ആ ചുവന്ന പാട് ഓർമ്മയ്ക്ക് ആർക്കെങ്കിലും എന്നേലും കാണിച്ചു കൊടുക്കണം എന്ന് വെച്ചിട്ട് അവിടെ തുടയ്ക്കാതെ മായ്ക്കാതെ കഴുകാതെ വെച്ചിരിക്കണം. അപ്പൊ
എനിക്ക് ഒന്നുകൂടി ദേഷ്യം തോന്നി. ഞാൻ അവനെ അതേപോലെ ഹരാസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ശരിയാക്കാൻ കാണിച്ചിട്ട് കുറെ നമ്മുടെ പോലീസിൻ്റെതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി, ഇവന്റെ പെങ്ങള് ഇവൻ +2 ആണ്, ഇവന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എൻ്റെ നേരെ മുമ്പിലേക്ക് വന്നു നിന്നു. അതായത് ചെറിയൊരു വീടാട്ടാ, ആ റൂമിൽ ചേർത്തല്ല ചെറിയൊരു ഹാള്. അപ്പൊ അടുക്കളയിൽ നിന്ന് എൻ്റെ നേരെ മുമ്പിലേക്ക് ഇത് ഇത്ര പോകുന്ന സ്ഥലത്തേക്ക് വന്നു. ഞാൻ കണ്ട ഉടനെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഒന്ന് അടുക്കളയിലേക്ക് കയറി പോന്ന് പറഞ്ഞു. അപ്പോഴും ആ മോള് അവിടെ നിന്ന് നിന്നു. അപ്പൊ ഞാൻ വീണ്ടും അമ്മോളോട് പറഞ്ഞു, മോളെ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു, മോളെ ആ അടുക്കളയിലേക്ക് വന്നോണ്ടിങ്ങനെ പോ, എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അത്യാവശ്യം സൈസുള്ള ഒരു കുട്ടിയാണ്. ഇത് ഇത്ര പോകുന്ന ഒരു കമ്മീസ് മാത്രം ഇട്ടിട്ട് എന്റെ മുമ്പിൽ വന്നതാണ്. അത് ഞാൻ അസ്വസ്ഥമായിട്ട്, അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഈ മോളൊന്ന് അകത്തേക്കാക്കുന്നു. അപ്പൊ അമ്മ പറഞ്ഞു എന്നോട്, സാറിപ്പോ കണ്ടാലും ഒരു കുഴപ്പമില്ല, വേറെ നാട്ടുകാരൊന്നുമല്ലല്ലോ, സാറല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതെന്തത് ഈ മകള് എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കണമെങ്കിൽ ഇതേപോലത്തെ വല്ല അനുഭവങ്ങളുണ്ടോ, ഞാൻ എന്ത് പറ്റി ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, സാർ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി, അത് ഞാൻ പറയാന്ന് പറഞ്ഞ ഉടനെ പെങ്ങള്, അതായത് ഈ പെൺകുട്ടി, അമ്മ പറയേണ്ടത് അമ്മ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞെന്താന്ന് പറയും, ഇന്നലെ വൈകിട്ട് 3 ബൈക്കില് ഈ 2 പേര് കൂടി എൻ്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് ഓണടിച്ചിട്ട് ഒരു പൊതി, കഞ്ചാവിന്റെ പൊതി കാണിച്ചിട്ട് ഇവന്റെ ചേട്ടനുണ്ട ഓണായിട്ടാ, കഞ്ചാവ് ഓണായിട്ട്, പെട്ടെന്ന് നമുക്ക് പോവാം, കഞ്ചാവ് വലിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പെങ്ങള് ഇവൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഇവൻ കിടക്കായിരുന്നു, TV കണ്ട് കിടക്കായിരുന്നു. അതിന്റെ വാതിൽ പൂട്ടിയിട്ടപ്പോ ഇവൻ അച്ഛനെ കഞ്ചാവ് വലിക്കാണ്ട് ഇങ്ങനെ പ്രാന്തം നിൽക്കല്ലേ. ആ സമയത്ത് ഇവൻ വാതിൽ ചവിട്ടി പൊളിച്ച് എന്താ ചെയ്തെന്നറിയോ, ഒരു ചെറിയൊരു അലമാരി ഉണ്ട്, അത് ചവിട്ടി പൊളിച്ച് അതിന്റെ ഉള്ളില് ഈ പെങ്ങളുടെ സകല ഡ്രസ്സും എടുത്ത് ബാക്കിലിട്ട് കത്തിച്ചു. ഞാൻ പോയി കണ്ടത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇത്ര പോകുന്ന ഒരു കൂമ്പാരം ചാരത്തിന്റെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വിധത്തിലുള്ള ഡ്രസ്സ് മാത്രം ഇട്ടിട്ടാണ് എന്റെ മുമ്പിൽ വന്നത്. പിന്നെ ഞാൻ അവനെ വിളിച്ച്, അവന് ഈ സ്റ്റേജ് ഡെക്കറേഷൻ അവൻ പഠിക്കണം പോകണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ചേട്ടന്മാരാരെങ്കിലും സ്റ്റേജ് ഡെക്കറേഷൻ, അത് രാത്രി ഉറക്കമൊഴിക്കണ എന്തെങ്കിലും പണിക്ക് പോകണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഉറക്കമൊഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് കഞ്ചാവും MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരില്ല, മനസ്സിലായി? അപ്പൊ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കഞ്ചാവ് വലിക്കും. അപ്പൊ ചേട്ടന്മാരാരെങ്കിലും ഈ സ്റ്റേജ് ഡെക്കറേഷൻ അല്ലെങ്കിൽ രാത്രി ഉള്ള കാറ്ററിംഗ് ഇങ്ങനത്തെ ജോലിക്ക് പോകണ്ടെങ്കിൽ, ഞാൻ മുഴുവൻ കുറച്ച് ആക്ഷേപിക്കല്ല, നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം, മനസ്സിലായി? അപ്പൊ ഈ പേടിക്കുള്ള കാരണമാണ് ഇതേപോലത്തെ കഥകളാണ്, ഞാൻ 100 കഥകളാണ് ഞാൻ എൻ്റെ മകന് പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ ആ കഥകൾ കേട്ടിട്ടായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം വരെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛാ ഞാന് സ്കൂളില് മൂത്രമൊഴിക്കാൻ പോയപ്പോ 2 ചേട്ടന്മാര് ഒരു വെള്ളപ്പൊടി എടുത്തിട്ട് മൂക്കിയോടെ വലിക്കുന്നുണ്ട് അച്ഛാ. അത് അച്ഛൻ എനിക്ക് പറഞ്ഞു തരാറുള്ള കഥകളില് ആ MDMA തന്നെ ആയിരിക്കണം അച്ഛാ പിടിക്കുന്ന എന്റെ മകൻ പറയാറുണ്ട്. അതേപോലെ വടക്കേ ബസ് സ്റ്റാൻഡിൽ കൂടെ വരുന്ന സമയത്ത് അവിടെ തട്ടുകടയുണ്ട്, തട്ടുകടയുടെ ബാക്കിൽ പോയിട്ട് 2-3 ചേട്ടന്മാര് ഇത് വലിക്കുന്നുണ്ട്. അതൊരിക്കലും സിഗരറ്റ് ആവില്ല, കഞ്ചാവായിട്ട് അച്ഛൻ എനിക്ക് പറഞ്ഞു തരാറുള്ള കഞ്ചാവായിരിക്കണം എന്ന് എൻ്റെ മകൻ പറയാറുണ്ട്, മനസ്സിലായി? അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണ്, എന്നിട്ട് പോലും ഇന്നലെ വരെ എൻ്റെ മകൻ ഉപയോഗിച്ചില്ല, എന്നിട്ട് പോലും എനിക്ക് പേടിയാ, മനസ്സിലായി? ഞാൻ ഇവിടെ ഇപ്പൊ സ്റ്റിൽ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് മകന് പേടിയാ. മകന്റെ ഫോൺ നേരത്തെ വന്നു, അച്ഛാ സ്കൂള് കഴിഞ്ഞു, ഇതേ വിട്ടു, കോളേജ് വിട്ടു, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞോട്ടാ നേരെ വീട്ടിൽ പോക്കോ, നീ അല്ല അച്ഛൻ ഞാൻ കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പോകാന്ന് പറഞ്ഞു. അതായത് കുറച്ച് ചില്ല് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. കാരണം ആ പ്രായമാണ്. പക്ഷെ എനിക്ക് പേടി. ഞാൻ പറഞ്ഞോട്ടാ ഓർമ്മയിലുണ്ടോ, ഞാൻ പറഞ്ഞു തരാറുള്ള കഥകൾ ഓർമ്മയിലുണ്ടോ എന്ന് ഞാൻ പറയണു. അച്ഛൻ എനിക്ക് ഓർമ്മയിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നിട്ടും പേടിയാ. കാരണം എന്താണെന്നറിയോ, ഈ 2000 പേരെ പിടിച്ചിട്ടുള്ളവർ, ഞാൻ 2000 പേര് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഇവരില് പലരും വിൽപ്പനക്കാരനായി അച്ഛനെ ഇടിക്കണു, അമ്മേനെ ഇടിക്കണു, വീട് കത്തിക്കണു, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ആദ്യ ഉപയോഗം ഒരിക്കലും ഞാൻ ഇത് കഞ്ചാവ് വലിച്ചിട്ട് അമ്മേനെ ഇടിക്കണം, അച്ഛനെ ഇടിക്കണം, അല്ലെങ്കിൽ ഇതൊരു വിൽപ്പനക്കാരനാവണം എന്ന് വെച്ചിട്ടല്ല തന്റെ ആദ്യ ഉപയോഗം. ഏതൊരു പയ്യന്റെയും ആദ്യ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു തവണ ഒന്ന് ഉപയോഗിച്ച് നോക്കാം, ഒരൊറ്റ തവണ. ഇതെന്താണ് ടേസ്റ്റ് അറിയാൻ, ഇതെന്താണ് സംഭവം, പറക്കും വേറൊരുത്തരോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പല
സിനിമാ കഥകളൊക്കെ ഹൈലിക്ക് പോകണം, കുറെ ഇടുക്കി ഗോൾഡ് പോലെ സിനിമകളൊക്കെ വന്നില്ല. അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലൂടെയാണ് പിയർ പ്രഷർ എന്ന് പറയും. ആ ആകാംക്ഷയിലൂടെയാണ് ആദ്യത്തെ ഉപയോഗം വരുന്നത്. മനസ്സിലായോ? ഒരൊറ്റ ഉപയോഗം മതി. മനസ്സിലായോ? ഒരു തവണ ഉപയോഗിച്ചാൽ മതി. ഇതിന് അഡിക്ഷനാവും. നമ്മുടെ ഭയങ്കര അഡിക്ഷനാവും, ഭയങ്കര പ്രശ്നങ്ങൾ. ഒരു തവണ ഉപയോഗിച്ചാൽ മതി. കഞ്ചാവ്, അതില് THC എന്ന് പറഞ്ഞ ടെട്രാഹൈഡ്രോ കാന്നബിനോ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കല് നമ്മൾ സിഗരറ്റിലൊക്കെ നിക്കോട്ടിൻ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കെമിക്കല് നമ്മുടെ അകത്ത് ചെന്നാൽ വീണ്ടും 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 ഇത് ഉപയോഗിക്കണം തോന്നും. മനസ്സിലായി? അതേപോലെ തന്നെയാണ് MDMA, മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റിൻ എന്ന് പറഞ്ഞ ലഹരിയുടെ ലോകത്തിലെ കൊടും വിഷം എന്നറിയപ്പെടുന്ന ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് അകത്ത് ഒരു തവണ ചെന്നാൽ മതി. അത് പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ആ ഒരു വളരെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മനസ്സിലായി? സമയം അപ്പൊ ഞാൻ സമയമായി ഞാൻ ഒരു ഫോട്ടോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. സമയമായ കാരണം എനിക്ക് 100 കഥകൾ ഞാൻ ദിവസങ്ങളോളം സംസാരിച്ചാലും എനിക്ക് കഥകൾ തീരില്ല. ഞാൻ ഒരു അവസാനം ഞാൻ പിടിച്ച ഒരു കേസിന്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് അവസാനിക്കാം. മനസ്സിലായി? ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാറിന് കഞ്ചാവ് MDMA പിടിക്കണമെന്ന് ചോദിച്ചു. അപ്പോ ഓക്കെ MDMA പിടിക്കാന്ന് പറഞ്ഞു. ഒരു നമ്പർ എനിക്ക് തന്നു. ഈ നമ്പറിൽ സാറ് കോണ്ടാക്ട് ചെയ്താൽ MDMA കൊണ്ടുവന്ന് തരുന്നു പറഞ്ഞു. അപ്പൊ ഓക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ നമ്പറാണ്. ആ പെൺകുട്ടീനെ ഞാൻ ഒരു DP കഞ്ചാവിന്റെ ഇലയൊക്കെ ഇട്ട് DP ഇട്ട് ചാറ്റ് ചെയ്ത് ഞാൻ ആ പെൺകുട്ടിയോട് എനിക്ക് ആദ്യം പെട്ടെന്ന് കിട്ടിയില്ല, എന്നാലും കുറെ ചാറ്റ് ചെയ്ത് ഒരു ഫ്രണ്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊരു 20 ഗ്രാം MDMA വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 20 ഗ്രാം MDMA കൊണ്ടുവരാന്ന് പറഞ്ഞു. ആ പെൺകുട്ടീനെ അവിടെ വെച്ച് പിടിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി ആ പെൺകുട്ടീനെ കണ്ടപ്പോ. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, സാർ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്ന ഒരാള്, ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എങ്ങനെ ഇരിക്കും, ആ രൂപം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടീനെ അവിടെ നിർത്താം. നമ്മൾ പറയില്ല ജീവൻ ടോൺ കഴിക്കുന്നതിനൊക്കെ മുൻപ് കഴിച്ചതിന് ശേഷം. മനസ്സിലായി? അപ്പൊ ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതായത് ആ പെൺകുട്ടി, അപ്പൊ ഞാൻ ചോദിച്ചു നീ ആകെ കോലം കെട്ടല്ലോ, എത്ര വർഷമായി നീ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ചോദിച്ചപ്പോ 1 വർഷമായിട്ടുള്ളോ. അതിരപ്പിള്ളിയില് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ വെച്ചിട്ട് MDMA ഉപയോഗിച്ചു. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയില്ല. 1 വർഷം കൊണ്ട് ആ കുട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായി? ഉപയോഗിക്കുന്നതിനെക്കാട്ടും 1 വർഷം മുമ്പത്തെ ഉപയോഗിച്ചതിന് ശേഷം ട്രാൻസ്ഫോർമേഷൻ. ഞാൻ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ഞാൻ ആകെ കോലം കെട്ടണം എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, സാറേ ഞാൻ സുന്ദരിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീയോ സുന്ദരി? സാർ ഞാനത് എന്റെ ഫോട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ എന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മൊബൈലിൽ ആ ഫോട്ടോ ഞാൻ പകർത്തി. അതായത് ഉപയോഗിക്കുന്നതിനെക്കാട്ട് 5 മിനിറ്റ് മുമ്പ് MDMA ഉപയോഗിക്കുന്നതിനെക്കാട്ട് 5 മിനിറ്റ് മുമ്പ് ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടി. ആ സെൽഫി എടുത്തത് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇപ്പൊ കാണിക്കാം. അതുപോലെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പിടിച്ച സമയത്ത് ഫോട്ടോ കാണിക്കാം കേട്ടാ. എന്നിട്ട് നമുക്ക് അവസാനിക്കാം. മഴ വരുന്നു. അങ്ങനെ കാണിക്കാൻ വേണ്ടി വരാം കേട്ടാ. ഇത് ആദ്യം കാണിക്കുന്നത് 1 വർഷം മുമ്പ് കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെക്കാട്ടും 1 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ഞാൻ ആദ്യം കാണിക്കാം. പിന്നീട് ഞാൻ പിടിച്ച സമയം. We are handing over the memento to our chief guest, Mr. Subhadra Kumar. Manager will hand over the memento now. Congratulations, sir. Keep on going with your dedicated work. You will be in our prayers forever. Second B. Class teacher and leader, please come forward and collect the prize from the chief guest. Second prize goes to third A. And third prize goes to 5th standard. I request Surya Kumar sir and principal to please hand over the prize to the winners.
of the Pookalam competition. Class teacher and 2 of your students, leaders, please come forward and receive the gift. Classes 6 to 10. First goes to 10th standard. And second goes to 7th standard. Teachers, please come forward first. Classes 1 to 5, first goes to 2nd B. In charge teachers, please come forward and collect. 2nd B teacher. 2nd, 3rd A teacher, please come forward. And 3rd prize, 5th standard. Classes 1 to 5, first prize goes to 2nd B. Jeannie ma'am is the class teacher. Congratulations. Thank you. Loud round of applause. Congratulations to all the winners. Classes 6 to 10. First prize goes to classes 6 to 10. First prize to 10. First prize 10th standard. Vinny ma'am is the class teacher. Second prize 7th standard teacher. Please come forward. Second prize 7th standard. Request all the dignitaries to please step down and occupy the seats in front of the stage as we are to witness the cultural programs.
പറക്കണ പൂവേ 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 കലറാവട്ടെ ചിരിക്കണ ചുണ്ട് 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 പററാവട്ടെ മുല്ല 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 മുടിമേല മണ്ണ പറക്കണ മുല്ല 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 മുല്ലക്കാല കരയിലക്കണ മുല്ല 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 ഇറങ്ങാന ഇളനിരക്കണ മറിഞ്ഞുവാ കിളിഞ്ഞുവാ ഏതുമോട്ട് 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 Thank you, students. That was runs up before you with the Tiruvadira Kali.
ഓർത്തിരിക്കുന്നു. വെള്ളപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ള വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പത്തു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പത്തു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ ചുണ്ടിൽ നിറഞ്ഞു ആളുകളിൽ പാലമുതാരവിൽ ചുരന്നു ചുണ്ടിൽ നിറഞ്ഞു ആളുകളിൽ പാലമുതാരവിൽ ചുരന്നു മണവും തുളിയും മാടിയിരിക്കേ കുറുമൊഴിയുടെ കവിളികളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പത്തു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ പാട്ടാളി കാണാൻ വരുമ്പോൾ താഴിയും താഴമാ കവിയു കവിഞ്ഞേ പാട്ടാളി കാണാൻ വരുമ്പോൾ താഴിയും താഴമാ കവിയു കവിഞ്ഞേ കാലിക്കുട മണികളിലെ കേളി കവിഞ്ഞ് അറിയാതൊരു പരിധിയിലെ മഞ്ഞു പൊഴിഞ്ഞേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പത്തു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പത്തു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ.
Thank you all. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറവിൽ നമ്മൾ ആഘോഷിച്ച ഈ മനോഹരമായ ഓണാഘോഷത്തിൻ്റെ സമാപന വേളയിലാണ് നാം ഇപ്പോൾ. ഈ ആഘോഷം ഇത്രയും മനോഹരമാക്കാൻ ഒപ്പം നിന്ന ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യം നമ്മുടെ ഈ ആഘോഷത്തിന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ബഹുമാനപ്പെട്ട മാനേജർ റവറൻഡ് ഫാദർ റാഫേൽ പന്നിക്കാരൻ അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി. ഓണസദ്യ ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ ഓണം നമുക്ക് ആസ്വദിക്കാം. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണല്ലോ നമ്മുടെ ഓണസദ്യ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ സെൻറ്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ അധ്യാപകർ, മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ കുട്ടികളും അടിച്ചു പൊളിച്ച ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കലാപരിപാടികളും മറ്റ് മത്സരങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ഓണസദ്യയൊക്കെ എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കൂ. വളരെ മനോഹരമായിരിക്കുന്നു എല്ലാം. ഫുഡിനെ കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്. ഞാൻ മിനിഞ്ഞാന്നും ഭക്ഷണം കഴിച്ചു, ഇന്നലെയും ഭക്ഷണം കഴിച്ചു. ഇന്നലെ കൊച്ചിയിലാണ് ഭക്ഷണം കഴിച്ചത്, മിനിഞ്ഞാന്ന് തൃശ്ശൂർ സ്ഥലത്ത് കഴിച്ചത്. കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളി ഫുഡാണ്. പ്ലസ് വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്നത് വേണോ അതിനാ പ്രധാനം. അതായത് ഭക്ഷണത്തിന് നമ്മൾ ഒരു VIP പോലെ കണക്കാക്കി, ഭക്ഷണം കഴിക്കുന്നവരെ കണക്കാക്കി ഓരോരുത്തരും വന്നിട്ട് വേണോ ചോദിക്കുന്നത്. അതൊരു വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ ഒരു നല്ലൊരു വൈബോടെ കാണാനുണ്ട്. കുട്ടികളെല്ലാവരും കൂടി വളരെ നല്ലൊരു വൈബ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. അടിപൊളി. എന്തായാലും ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പൊ എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി 2026. എന്തുകൊണ്ട ഈ പ്രാവശ്യത്തെ ഓണാഘോഷം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും സമൃദ്ധിയായിട്ട് ഭക്ഷണമൊക്കെ കിട്ടി. നല്ല പൂക്കളങ്ങൾ എല്ലാ ക്ലാസ്സുകാരും ഇട്ടിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട്. അടിപൊളി. ഈ വർഷത്തെ ഓണാഘോഷം നന്നായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ ഓണം അടിച്ചു പൊളിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ 10th അവസാനത്തെ ഓണമാണ്. ഇത്തവണ നല്ലൊരു ഓണാഘോഷമായിരുന്നു നടന്നിരുന്നത്. പൂക്കള മത്സരത്തിൽ എല്ലാത്തിനും നന്നായി പങ്കെടുക്കാൻ പറ്റി. അതേപോലെ ഫുഡ് നല്ല സദ്യയാണ്. ഇപ്രാവശ്യത്തെ സെൻറ്റ് ജോൺസിലെ ഓണം വളരെ അധികം സന്തോഷപൂർവ്വം നമ്മളിപ്പോൾ കൊണ്ടാടിയിട്ടുണ്ട്. എല്ലാ പേരൻസും നല്ല കോപ്പറേഷൻ ആയിരുന്നു. സ്റ്റാഫുകളായാലും ടീച്ചേഴ്സും ബാക്കി സ്റ്റാഫും എല്ലാവരും നല്ല കോപ്പറേഷൻ ആയിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. സദ്യ നന്നായിട്ടുണ്ട്. ഹാപ്പി ഓണം.